സംസ്ഥാനത്തെ ആശാ വർക്കേഴ്സിന്റെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. മന്ത്രിതല ചർച്ചയ്ക്ക് പിന്നാലെ മാർഗരേഖ പിൻവലിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. മാർഗരേഖയ്ക്കെതിരെ ആശാ വർക്കേഴ്സ് ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തിവരുന്ന രാപ്പകൽ സമരം 69ാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് സർക്കാർ തീരുമാനം. 62ാം വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന മാർഗരേഖയ്ക്കെതിരെ ആശാ വർക്കേഴ്സ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് 2022 മാർച്ച് 2 ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ്. സമരക്കാരെ പരിഗണിക്കാത്ത സർക്കാർ നിലപാടിനെ വിമർശിച്ച് എഴുത്തുകാരി സാറാ ജോസഫും രംഗത്തെത്തി. സ്വയം വിമർശനം നടത്താൻ തയ്യാറാകണമെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വേദിയിലിരുത്തിയുള്ള സാറാ ജോസഫിന്റെ വിമർശനം. ആശാസമരം നടക്കുന്നു. ആ പണികൾ കുറെ ദിവസമായി അവിടെ കിടക്കുന്നു. അടിസ്ഥാന വർഗത്തിന് വേണ്ടി പോരാടുന്ന പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഞാൻ CPI അടക്കം ദയവായി ബിനോയ് വിശ്വസിന്റെ അഭിപ്രായത്തോടുകൂടി പറയട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വർഗസമരം നയിക്കേണ്ടവരാണ്. ഏറ്റവും അടിസ്ഥാന വർഗമാണ് അവിടെ ഇന്ന് സമരം ചെയ്യുന്നത്. ഇത് പരിഹരിക്കാൻ എന്താണ് പ്രശ്നം? ആ സ്ത്രീകളുടെ ആവശ്യം ന്യായമായതാണ്. നമ്മൾ കമ്മ്യൂണിസം എന്ന് പറയുകയും നമ്മെ വഞ്ചിക്കുകയും ചെയ്യുന്നു. ഈ സ്വയം വഞ്ചന നല്ലതാണോ? ആരോഗ്യകരമാണോ? വയലാർ കണ്ട സ്വപ്നഭൂമിയാണോ ഇത്? സമരം 2 മാസം പിന്നിടുമ്പോഴും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി നിയോഗിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചെങ്കിലും കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. സർക്കാർ ഹൈക്കോടതിയെയും കബളിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ആശമാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. സർക്കാർ മുഖം തിരിഞ്ഞു നിന്നപ്പോഴും സ്വന്തം നിലയിൽ ആശാ വർക്കേഴ്സിന് ഓണറേറിയം കൂട്ടി നൽകാൻ തീരുമാനിച്ച തദ്ദേശ സ്ഥാപന ഭാരവാഹികളെ മറ്റന്നാൾ സമരവേദിയിൽ ആദരിക്കും. 24 തിരുവനന്തപുരം.